വളരെ ഈസി ആയിട്ടാണ് ഇന്ത്യ ഇന്ന് കളി ജയിച്ചത്. ഇംഗ്ലണ്ട് ഇന്ത്യക്ക് ഒരു എതിരാളി പോലും അല്ലായിരുന്നു. ആദ്യ T20യിൽ ഇംഗ്ലണ്ട് നാണം കെട്ടിരിക്കുകയാണ്. മികച്ച ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് സഞ്ജു ഇന്ത്യക്ക് സമ്മാനിച്ചത്. അതുപോലെ സഞ്ജു കീപ്പിംഗിലും മികച്ചു നിന്നു. ഇപ്പോഴത്തെ ഇന്ത്യ കളി ജയിച്ച് ഇന്ത്യയുടെ കോച്ച് ഗംഭീർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇംഗ്ലണ്ട് 132 റൺസിൽ ഓൾ ഔട്ടായി. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ചെറിയ സ്കോറായിരുന്നു. സെക്കൻഡ് ബാറ്റിംഗിൽ ഇന്ത്യ അടിച്ചു കളി ജയിച്ചു. ഇന്ന് ഇന്ത്യ ജയിച്ച ശേഷം ഗംഭീർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാൻ എന്താണ് സ്വപ്നം കണ്ടത് അതുപോലെ തന്നെയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. സഞ്ജുവിന്റെ ഒരു 50 ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ സഞ്ജു അത് കാഴ്ചവെച്ചില്ല. എങ്കിലും സഞ്ജു ഇന്ത്യക്ക് നല്ലൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് കാഴ്ചവെച്ചു. സഞ്ജുവിന്റെ ബാറ്റിംഗിൽ ഞാൻ തൃപ്തനാണ്. അതുപോലെ സഞ്ജു കീപ്പിംഗിൽ മികച്ചു നിന്നു. അഭിഷേക് ഇന്ന് ഇങ്ങനെ കളിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അവൻ അടിച്ചു കളിച്ചത് കൊണ്ടാണ് ഇന്ത്യ ഇന്ന് പെട്ടെന്ന് കളി ജയിച്ചത്. ഇംഗ്ലണ്ട് ഞങ്ങൾക്ക് ഒരു എതിരാളി ആയിരുന്നില്ല. സൂര്യകുമാർ ഇന്ന് ഡെക്കിൽ പുറത്തായതിൽ എനിക്ക് വിഷമമുണ്ട്. അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി, അവന്റെ ബൗളിംഗ് മികവ് ശരിക്കും മികച്ചു നിന്നു. ഇംഗ്ലണ്ടിനെ ശരിക്കും ഉറപ്പിച്ചത് വരുൺ തന്നെയായിരുന്നു. മൊത്തത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ ബാറ്റിംഗിലും ബൗളിംഗിലും ഇന്ത്യ മികച്ചു നിന്നിട്ടുണ്ട്. വരുന്ന മത്സരങ്ങളിലും ഇന്ത്യ ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ ഈ ഒരു T20 പരമ്പര ഞങ്ങൾക്ക് നേടാൻ സാധിക്കും. ഈ ഒരു ടീമിനെ തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത മത്സരത്തിലും ഇതേ കളി ഇന്ത്യൻ ടീം ആവർത്തിക്കുമെന്ന് ഗംഭീർ വ്യക്തമാക്കി. ഗംഭീറിന് കൃത്യമായ പദ്ധതികളുണ്ട്. അതുപോലെ തന്നെ സഞ്ജു കളിക്കുന്നുമുണ്ട്. സഞ്ജുവിന് കീപ്പിംഗിൽ മികച്ച സ്റ്റംപിംഗ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ സഞ്ജു ബാറ്റിംഗിലും അടിച്ചു ചേർത്തു. സഞ്ജുവിന് 50 നേടാൻ സാധിച്ചില്ല. എങ്കിലും സഞ്ജുവിന്റെ ഓപ്പണിംഗ് പെർഫോമൻസ് മികച്ചതായിരുന്നു. ഇംഗ്ലണ്ട് ശരിക്കും ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അഭിഷേക്, രണ്ടുപേരുമാണ് ഇന്ത്യക്ക് ഇന്ന് വിജയം സമ്മാനിച്ചത്. ബാറ്റിംഗിലും ബൗളിംഗിലും ഇന്ത്യ ഒരുപോലെ തിളങ്ങിയ മത്സരമായിരുന്നു ഇന്നത്തേത്. ഇതുപോലെ തന്നെ ഇന്ത്യ മുന്നോട്ട് പോയാൽ ഈ ഒരു T20 പരമ്പര ഇന്ത്യക്ക് തൂത്തുവാരാൻ സാധിക്കും. ഇംഗ്ലണ്ട് ഇന്ത്യക്ക് ഒരു എതിരാളി പോലുമല്ല. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.